അങ്ങനെ അഞ്ചാമത്തെ കൈലാസമായ മുറപ്പനങ്ങാട് അവിടേക്ക് പോവാണ് ഞങ്ങൾ. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. കാര്യം വെച്ചാൽ കാറിൽ പോയിട്ട് വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കും വഴി അറിയാതൊക്കെ ബുദ്ധിമുട്ട്. അത് കാരണം ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇനിയുള്ള കാണാനുള്ള 5 കൈലാസവും ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. നമ്മുടെ ഓട്ടോയുടെ സാരഥിയുടെ പേരാണ് സെൽവൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. അങ്ങനെ 5ാമത്തെ കൈലാസത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. നമ്മളിവിടെ ഓട്ടോയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ഇവിടെ നിന്നും അകത്തേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ നമ്മളൊരു അടിപൊളി ചായ. പൈനസേ, ചായ എങ്ങനെയുണ്ട്? സൂപ്പർ ചായയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്. നാട്ടിലെ ചായ മാതിരി അല്ലേ? നാട്ടിലെ ചായ മാതിരിയാണ്. പക്ഷെ അതിന്റെ സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്. അല്ല, ഈ ചായയുടെ രഹസ്യം എന്താണ്? ഏത് തേയിലയാണ് യൂസ് ചെയ്യുന്നത്? AVT. എത്ര നാളായിട്ട്? 25 years. AVT മട്ടൻ തന്നെ. വാ, സൂപ്പർ ചായ. ഇവിടുത്തെ സമാവറാണ് കാണുന്നത്. വിറകടുപ്പിലാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. ചേട്ടന്റെ പേരെന്താണ്? പേര് രാജ്. ഓക്കെ. വന്നൊരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തു. അവനങ്ങനെ അങ്ങനെ 5ാമത്തെ കൈലാസ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പൊ ദർശനം നടത്തണം. മുറപ്പനാട് ഇവിടെയുള്ളത് കൈലാസനാഥൻ ശിവകാമി. മുറപ്പനാട് കല്യാണ തടസ്സം കുടുംബാരോഗ്യം. ഇങ്ങനെ മുറപ്പനാട് 5ാമത്തെ കൈലാസ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു വലിയ ആലുണ്ട് ഫ്രണ്ടിൽ. നാഗത്തറ ചെറിയൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് ദർശനത്തിന് വേണ്ടി കടക്കുകയാണ്. അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആലിൻ്റെ ചുവട്ടിലുള്ള നാഗത്താന്മാരുടെ പ്രതിഷ്ഠയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ പ്രതിഷ്ഠകളാണ് ആലിന് ചുറ്റുമായിട്ട് ഉണ്ട്. കയറി വരുന്നിടത്ത് തന്നെ ഒരു സന്യാസിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഗുരുവാണ്, ഗ്രഹം ഗുരുവാണ്. ശരിക്കും നവകൈലാസത്തിൽ 9 ഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഗുരുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കല്യാണ തടസ്സത്തിന് വേണ്ടിയുള്ള പൂജകളൊക്കെ ഇവിടെ പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെ ദർശനം കഴിഞ്ഞിറങ്ങി ഇങ്ങനെ 5 കൈലാസം പൂർത്തിയായി. 6ാമത്തെ കൈലാസത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ കല്യാണ തടസ്സം, അതേപോലെ ആരോഗ്യം, ഇതിനു വേണ്ടിയാണ് ഇവിടെ ഫേമസ്. അപ്പോൾ അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഓട്ടോയിൽ തിരിച്ചു പോകാൻ പോകുന്നു. നമ്മുടെ സാരഥി സെൽവൻ. ഞങ്ങൾ വന്നത് വണ്ടിയുടെ സാരഥി സെൽവൻ. അപ്പം ഞാൻ നമ്പർ തരാം. നിങ്ങൾക്ക് നവകൈലാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽവനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഇതിലിട്ടേക്കാം.